കൃത്യമായി 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചാൽ ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകളാണ്. 8:30 പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തീരുക. പക്ഷേ ആദ്യം വരുന്ന കൗണ്ട് പോസ്റ്റൽ ബാലറ്റിൻ്റെതാകില്ല. ആദ്യം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള കൗണ്ടുകളാകും വരിക. അരമണിക്കൂറാണ് ഒരു റൗണ്ട് പൂർത്തീകരിക്കാൻ നൽകിയിട്ടുള്ളത്. 14 ടേബിളുകളാണ് ഓരോ കൗണ്ടിംഗ് സ്റ്റേഷനുകളിലും ഉള്ളത്. ഓരോ റൗണ്ടിലെയും കൗണ്ട് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ രണ്ടാമത്തെ കൗണ്ടിലേക്ക് കടക്കൂ. വേഗം ഓടി പെട്ടെന്ന് ഇലക്ഷന്റെ കൗണ്ടിംഗ് തീർക്കേണ്ടതില്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യം എണ്ണി തീർക്കുന്നവർക്ക് അവാർഡൊന്നും കൊടുക്കുന്നില്ല എന്നാണ് ഇന്നലെ രത്തൻ ഖേൽക്കർ പറഞ്ഞത്. അതുകൊണ്ട് പ്രേക്ഷകരെ നമ്മളിന്ന് കുറച്ചുകൂടി കാത്തിരിക്കണം. പതുക്കെ ആയിരിക്കും ഇത്തവണ വോട്ട് എണ്ണുക. നമുക്കപ്പോൾ കഥയൊക്കെ പറഞ്ഞു എങ്ങനെയാണ് കേരളം സഞ്ചരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പോകാം. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. ഏറ്റവും മുകളിൽ LDF, UDF, NDA എന്നീ 3 കക്ഷികളുടെയും കക്ഷിനില ഓരോ നമ്പർ വരുന്ന സ്ഥിതിക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇടത് ഭാഗത്ത് ഓരോ ജില്ലയും തിരിച്ചു 14 ജില്ലകളിലെയും ഓരോ സ്റ്റേഷനുകളിൽ നിന്നുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലെയും കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ഓരോ മണ്ഡലത്തിലും ആരാണ് മുമ്പിൽ എന്ന് അറിയാൻ കഴിയും. ഓരോ ജില്ലയിലും ആരാണ് മുമ്പിൽ എന്ന് അറിയാൻ കഴിയും. ഓരോ മണ്ഡലത്തിലും ആരാണ് മുമ്പിൽ എന്ന് അറിയാൻ കഴിയും. കുറച്ചുകൂടി കഴിഞ്ഞാൽ 8 മണി കഴിഞ്ഞാൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളുടെ വിവരങ്ങൾ കൂടി ലഭ്യമായാൽ അതും നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ ഈ കാണുന്ന മട്ടിലായിരിക്കും സ്ക്രീൻ. മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിന്റെ പ്രത്യേകത ഒറ്റ നോട്ടത്തിൽ തന്നെ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രേക്ഷകർക്ക് അറിയാൻ കഴിയുന്ന വിധത്തിലാണ് ഞങ്ങൾ ഈ സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രേക്ഷകർ മറ്റ് ചാനലുകളിലേക്കൊന്നും പോകണ്ട. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഓരോ സൂക്ഷ്മാംശവും അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പൂർണ്ണമായും സർവ്വസജ്ജമാണ്. ഇന്നലെ പല ആളുകളും വലിയ ബഹളമൊന്നുമില്ലാതെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് അവതരിപ്പിച്ചാൽ ഞങ്ങൾ അതേ കാണൂ, ചാനൽ മാറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ ബഹളമൊന്നും ഞങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കൃത്യമായ വിവരങ്ങൾ സൂക്ഷ്മതയോടുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യത്തിലാണ് ഞങ്ങൾ ശ്രദ്ധ ചെലുത്തുക. ഒരു അഭ്യൂഹവും ഒരു കെട്ടുകൾവിയും നൽകില്ല. ഒരിക്കൽ കൂടി പറയുന്നു, പറഞ്ഞാൽ പറഞ്ഞതായിരിക്കും. അത്രയും ആധികാരികമായ വിവരങ്ങളായിരിക്കും പ്രേക്ഷകർക്ക് നൽകുക. അങ്ങനെ നമുക്ക് ഒരുമിച്ച് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഒരു ഉത്സവമാക്കി മാറ്റാം. 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. ഇപ്പോൾ സ്ട്രോങ് റൂമുകൾ തുറന്നു കഴിഞ്ഞു. വിവിധ കേന്ദ്രങ്ങളിൽ ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. വിവിധ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്.